നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിസഭയിലെ സമുന്നത സ്ഥാനം അലങ്കരിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവ് പറഞ്ഞിരിക്കുന്നു. ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർക്ക് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്തതിനാലാണ് ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് പി രാജീവ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. ഇത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി, അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ വ്യവസായ വകുപ്പ് കൈയാളുന്ന പി രാജീവിൽ നിന്നും നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവനയും ഒരു കാലത്തും ഉണ്ടാകില്ല. അങ്ങനെ ഇരിക്കെയാണ് പിണറായി വിജയൻ സർക്കാരിലെ സമുന്നത സ്ഥാനം അലങ്കരിക്കുന്ന പി രാജീവ് പിണറായി വിജയനെതിരെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസുകാർക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അങ്ങനെ കേരളത്തിൽ ജനങ്ങളുടെ മുഴുവൻ പേരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്ത പോലീസിനെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുരക്ഷാ പ്രവർത്തനവുമായി അല്ല എന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിനെ ഒരു കാരണവശാലും മോശമായി കാണേണ്ടതില്ല എന്ന് പി രാജീവ് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, സാധാരണ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിന്റെ ജോലി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷയൊരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് പോലീസിന്റെ ആത്യന്തികമായ ധർമ്മം എന്നിരിക്കെ അല്ലെങ്കിൽ കർമ്മം എന്നിരിക്കെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ പിണറായി വിജയന്റെ പോലീസിന് സാധിക്കില്ല എന്ന് പി രാജീവ് പറയുമ്പോൾ ഇവിടെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് പോലീസിന് സുരക്ഷ ഒരുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ പോലീസിന്റെ ജോലി എന്താണ്? പോലീസിന് എന്താണ് പണി? കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഒരുക്കേണ്ട പോലീസ് വിഭാഗത്തിന് അത് സാധിക്കുന്നില്ല എന്ന് മറ്റാരെങ്കിലും ആണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ സമുന്നത സ്ഥാനം അലങ്കരിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവ് ആണ് ഇത് പറയുന്നത്. നിയമമന്ത്രി കൂടിയാണ് രാജീവ് എന്നോർക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കേരളത്തിന്റെ ആഭ്യന്തരം ക്രമസമാധാനം പാടെ തകർന്നിരിക്കുന്നു എന്ന് കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും രാജീവിന്റെ ഈ പ്രസ്താവനയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുന്നത്. അല്ല എങ്കിൽ ഉത്തരവാദിത്ത ബോധമുള്ള ആരെങ്കിലും ഇത്തരത്തിൽ സംസാരിക്കുമോ? അതായത് പി രാജീവിന് വരെ, പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയായ പി രാജീവിന് വരെ ഇവിടെ ആഭ്യന്തരം അല്ലെങ്കിൽ ക്രമസമാധാനം സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പേരുടെയും സുരക്ഷ ഒരുക്കുവാൻ പോലീസിന് സാധ്യമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന രക്ഷാപ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് രാജീവ് പറഞ്ഞത്. മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും, അതായത് വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുന്ന നവകേരള സദസ്സ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ നവകേരള യാത്ര ചെയ്യുന്ന, നവകേരള സദസ്സ് യാത്ര നടത്തുന്ന ബസ്സിന് മുന്നിലേക്ക് കരിങ്കൊടി കാണിക്കുവാൻ ചാടിയെത്തുന്ന അല്ലെങ്കിൽ ഓടിയെത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാരും പിണറായി വിജയന്റെ ഗുണ്ടകളും CPM ഗുണ്ടകളും ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചൊതുക്കി അവശരാക്കുന്നു. ഇതിനെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം തുടർന്നും നടത്തുവാൻ വേണ്ടി ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്ക് മുഖ്യമന്ത്രി അനുമതി കൊടുത്തിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. അതായത് കേരളത്തിൽ അരാജകത്വം നടമാടുന്നു, അരാജകത്വം കൊടികുത്തി വാഴുന്നു, ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നു കേരളത്തിലെ ഗുണ്ടാ സംഘത്തിന്റെ നേതാവായ മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിപ്പോൾ അടിവരയിട്ട് സമ്മതിക്കുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ, വ്യവസായ വകുപ്പ് മന്ത്രിയായ, നിയമമന്ത്രിയായ പി രാജീവിന്റെ സമ്മതം. അതായത് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു ഇവിടെ പോലീസിന് ജനങ്ങളുടെ സുരക്ഷ മുഴുവനായി സമ്പൂർണ്ണമായി ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നു. പിണറായി വിജയനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐ നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണ്. കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ബസ്സിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി ചാടിയെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും
ഹെൽമറ്റ് കൊണ്ടും അടിച്ച് അവശരാക്കി. ഇതിന്റെ പേരിൽ 11 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കല്യാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെ പോലീസ് ജാമ്യത്തിൽ വിട്ട ഡിവൈഎഫ്ഐക്കാരെ അവിടുത്തെ CPM നേതാക്കളും ഡിവൈഎഫ്ഐക്കാരും കൂടി ചേർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ എതിരേറ്റ് കൊണ്ടുവരുന്ന തരത്തിലാണ് പൂമാലയിട്ട് സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലി തകർത്ത ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അവര് മർദ്ദിച്ച് അവശരാക്കിയ ഡിവൈഎഫ്ഐക്കാരെ എന്തോ വലിയ കാര്യം ചെയ്ത ജേതാക്കൾ വരുന്നു എന്ന രീതിയിലാണ് അവരെ പൂമാലയിട്ടുകൊണ്ട് പിണറായി വിജയന്റെ ഡിവൈഎഫ്ഐക്കാരും CPMകാരും കല്യാശ്ശേരിയിൽ സ്വീകരിച്ചത്. ഇവരെയാണ് പിണറായി വിജയൻ രക്ഷാപ്രവർത്തകർ എന്ന് വിശേഷിപ്പിച്ചത്. ഈ രക്ഷാപ്രവർത്തനം അവർ നാടുനീളെ നടത്തണം എന്നാണ് എന്റെ താല്പര്യം. ഇനിയും അവരത് തുടർന്നു കൊണ്ടുപോകണം എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പ്രസ്താവിച്ചത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം നിയമം ലംഘിച്ചുകൊണ്ട് കുറുവടിയും കയ്യിലേന്തിക്കൊണ്ട് സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങൾ കണ്ടറിഞ്ഞു. ഇത് നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ലാത്തിയെടുത്ത് ജനങ്ങളെ അടിച്ചോടിക്കുവാൻ അധികാരമില്ല, അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നിരിക്കെ മുഖ്യമന്ത്രി ഗൺമാനെയും ന്യായീകരിച്ചിരിക്കുന്നു. ഞാനത് കണ്ടിട്ടില്ല, ജനങ്ങളെ ഗൺമാൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. ആര് ചെയ്താലും മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രി എനിക്കൊന്നും അറിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നാട് ഭരിക്കാൻ ആ കസേരയിൽ കയറി ഇരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല, ഭരിക്കാനും അറിയില്ല. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര കീഴിലുള്ള പോലീസുകാർക്കും അതിനുള്ള ചുണയില്ല, അവർക്കും അതിനുള്ള ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള പ്രാപ്തിയില്ല എന്ന് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുവാൻ പോലീസിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാർ ജനങ്ങളുടെ സുരക്ഷ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്, രക്ഷാപ്രവർത്തനം ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് പി രാജീവ് പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര സമാധാനം തകർന്നിരിക്കുന്നു, ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജീവിന്റെ വാക്കുകൾ എന്നാണ് പ്രതിപക്ഷ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന് മുമ്പ് ഇനി ഇതിനകം എത്ര പേരെ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലാക്കും എന്നുള്ളത് അറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഡിവൈഎഫ്ഐക്കാരെ ഏറ്റെടുത്തത് കേരളത്തിലെ പോലീസിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്തതിനാലാണ്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള അഥവാ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാർക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേരളത്തിന്റെ സുരക്ഷാ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത്. അതിൽ ആരെയും തെറ്റു പറയേണ്ടതില്ല എന്ന രീതിയിലായിരുന്നു പി രാജീവ് സമർത്ഥിച്ചത്. അതായത് കേരളത്തിലെ ആഭ്യന്തരം തകർന്നിരിക്കുന്നു, ക്രമസമാധാനം തകർന്നിരിക്കുന്നു, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സമ്പൂർണ്ണ പരാജയമാണെന്ന് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ സമുന്നതനായ ഒരു മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, നിയമം കൂടി കൈയാളുന്ന മന്ത്രി പറയുന്നു. കേരളത്തിലെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ പോലീസിനാകുന്നില്ല, അതുകൊണ്ട് ഡിവൈഎഫ്ഐ ആ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നു. എന്തായാലും മന്ത്രി പി രാജീവിന്റെ ഈ പ്രസ്താവന കേരളത്തിൽ ചില്ലറ കോളിളക്കങ്ങളല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെയും തുറന്നു കാണിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാൻ തനിക്ക് കിട്ടിയ ഒരവസരമാണ് മന്ത്രി പി രാജീവ് പ്രയോഗിച്ചത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ എതിർകക്ഷികൾ തന്നെ രാജീവിനെ കുറിച്ച് ആക്ഷേപം പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയോടുള്ള കലിപ്പ് തീർത്തത് തന്നെയാണ് രാജീവ് എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. സംഭവം എന്തായാലും രാജീവ് ഇത് പറഞ്ഞത് തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ സുരക്ഷ പോലീസിന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല, അതുകൊണ്ട് ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നു എന്ന മന്ത്രിയുടെ വാക്ക് വരുന്ന ആളുകൾ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.